ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് പുറത്തേക്ക് പോവുകയാണ് കേട്ടോ. ഇതെൻ്റെ പുതിയ ഡ്രസ്സാണ്. അപ്പോൾ ഷോൾ ഇടണോ വേണ്ടേ എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഷോൾ ഇടുന്നത് ഇഷ്ടമല്ല കേട്ടോ. പിന്നെ പുതിയ ഡ്രസ്സ് ആയതുകൊണ്ട് അതിൻ്റെ ആ ഒരു ലുക്ക് ഇരുന്നോട്ടെ എന്ന് വെച്ചിട്ട് ഞാനിന്ന് ഷോൾ ഇടുന്നുണ്ട്. പിന്നെ ഷിഫോണിൻ്റെ ഷോൾ ആയതുകൊണ്ട് വലിയതൊന്നുമില്ല. പിന്നെ ഇപ്പോൾ ഷൂറാക്ക് പുതിയതായതുകൊണ്ട് ചെരുപ്പ് എടുക്കലും വെക്കലൊക്കെ ഒരു രസമാണ്. എന്നെക്കാളും കുഞ്ഞൂസിനാണ് കേട്ടോ ഇഷ്ടം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് പുതിയ ഡ്രസ്സാണ്. ഞാൻ മിന്ത്രയിൽ നിന്നാണ് കേട്ടോ ഇത് വാങ്ങിച്ചിട്ടുള്ളത്. പ്യുവർ കോട്ടൺ ഡ്രസ്സാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. പിന്നെ ഇത് വീഡിയോയിൽ കാണുമ്പോൾ കുറച്ച് മൈൽഡ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കുറച്ചും കൂടി നേരിട്ട് കാണാനാണ് കേട്ടോ ഭംഗി. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ടാഗ് ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇന്ന് ഞങ്ങൾ മാത്രമല്ല കേട്ടോ, അമ്മയും അനിയനും കൂടി ഉണ്ട് ഞങ്ങളുടെ കൂടെ. ഇപ്പോൾ കുഞ്ഞൂസിനാണെങ്കിൽ കൊച്ചച്ഛൻ്റെ കൂടെ ഒറ്റയ്ക്ക് ഇരുന്ന് പോകാൻ ഇഷ്ടമാണ് കേട്ടോ. അമ്മ ഇങ്ങനെ ചെരിഞ്ഞിരിക്കുന്നതുകൊണ്ട് അവനെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിൻ്റെ സങ്കടത്തിലാണ് അവൻ. അപ്പോൾ അവർ പോയി കഴിഞ്ഞതും ഇതാ ഏട്ടൻ വന്നിട്ടുണ്ട്. പകുതിക്ക് വെച്ചിട്ട് കുഞ്ഞൂസും ഏട്ടൻ്റെ കൂടെ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ടൗണിലെത്തി. അപ്പോൾ ഞങ്ങൾ ഇന്ന് മെയിനായിട്ട് വന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ വീട്ടിലേക്ക് തറവാട്ടിലേക്ക് ഫ്രിഡ്ജും മിക്സിയും വാങ്ങണം കേട്ടോ. തറവാട്ടിലെ ഫ്രിഡ്ജ് പഴയതാണ്. അപ്പോൾ ഒന്ന് പുതിയ ഫ്രിഡ്ജ് വാങ്ങിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഫ്രിഡ്ജില്ല, അതുപോലത്തെ ഒരെണ്ണം വാങ്ങിക്കാനാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനും കുഞ്ഞൂസും കൂടി വലിയൊരു ഫ്രിഡ്ജ് കണ്ടപ്പോൾ ഒന്ന് തുറന്ന് നോക്കിയതാണ്. വില നോക്കിയപ്പോൾ 1,64,000 രൂപയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ മിക്സിയാണ് നോക്കുന്നത്. അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മിക്സി വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ വാഷിംഗ് മെഷീൻ നോക്കുന്നുണ്ട്. വാഷിംഗ് മെഷീൻ വാങ്ങിക്കാനൊന്നും അല്ല, ഞങ്ങൾക്ക് വർക്ക് ഏരിയ ഒന്നും എടുക്കാതെ വാങ്ങിക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ പാത്രങ്ങൾ കണ്ട അമ്മയുടെ കൺട്രോൾ പോകും കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ പാത്രങ്ങളോടല്ല, ഇങ്ങനത്തെ നോൺ സ്റ്റിക്ക് പാത്രങ്ങളോട് എനിക്കിപ്പോൾ ഭയങ്കര താല്പര്യമാണ്. ഇങ്ങനത്തെ ദോശക്കല്ലില്ല, ഇങ്ങനെ വലിയ ദോശയൊക്കെ ചൂടാൻ പറ്റുന്ന ദോശക്കല്ല് ഞാനിങ്ങനെ നോക്കിയായിരുന്നു. അപ്പോൾ ഞാനും അമ്മയും അവിടെ എല്ലാം എടുത്ത് നോക്കിയിട്ട് എല്ലാത്തിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ നോക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇഡലി പാത്രം എന്ന് വെച്ചാൽ ഞാൻ എടുത്താണ്. അമ്മയാണ് പറഞ്ഞത് റൈസ് കുക്കറാണെന്നുള്ളത്. പിന്നെ ഈ ഒരു പാത്രം എനിക്കും അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ബിരിയാണി പോട്ടാണ്, 3,500 രൂപയാണ് കേട്ടോ. ഞങ്ങളത് നോക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളെല്ലാം നോക്കിയിട്ട് പുറത്തിറങ്ങിയപ്പോൾ 2 കുട്ടികൾ ഓടി വന്ന് എന്നോട് സംസാരിച്ചു കേട്ടോ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ്. എനിക്ക് ഒരുപാട് സന്തോഷമായി കേട്ടോ. ചിലരൊക്കെ നമ്മളോട് ഇങ്ങനെ ഒന്ന് സംസാരിക്കലുള്ളൂ. അപ്പോൾ കുട്ടികൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് സന്തോഷമായി കേട്ടോ. അപ്പോൾ അവരോട് സംസാരിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. കുഞ്ഞൂസ് വലിയ കാര്യമായിട്ടൊക്കെ നോക്കുന്നുണ്ട്, പക്ഷേ നോക്കിയിട്ടൊന്നും കാര്യമില്ല കേട്ടോ. ലാസ്റ്റ് ഞങ്ങൾ ഷവായത്ത് തന്നെയാണ് എത്തുക. എനിക്ക് എന്താണെന്നറിയില്ല, ഇപ്പം ഇങ്ങനത്തെ ഫുഡിനോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ആദ്യം ഇങ്ങനത്തെ മയോണൈസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത സംഭവമായിരുന്നു. ഇപ്പോൾ മയോണൈസ് ഇല്ലാത്ത ഫുഡ് ഞാൻ കഴിക്കൂല കേട്ടോ. അങ്ങനത്തെ അവസ്ഥയിലാണ്. അപ്പോൾ ഏട്ടൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ മയോണൈസിൻ്റെ കുപ്പി അടക്കം വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്നൊക്കെ ചോദിച്ചിട്ട് എന്നെ കളിയാക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പുറത്തിറങ്ങി. നല്ല വെയിലായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് കുഞ്ഞൂസിന് ദാഹിക്കുന്നുണ്ട് പറഞ്ഞിട്ട് ഫ്രൂട്ടി മേടിച്ചു കൊടുത്തു. അപ്പോൾ റോബസ്റ്റ് പഴം കണ്ടു കേട്ടോ. എനിക്ക് നേന്ത്രപ്പഴത്തിനേക്കാളും ഇഷ്ടം റോബസ്റ്റ് പഴം കഴിക്കാനാണ്. അപ്പോൾ കുഞ്ഞൂസിൻ്റെ ഫ്രൂട്ടി എടുത്ത് ഞാൻ കുടിക്കുകയാണ്. അപ്പോൾ ഏട്ടൻ വീഡിയോ എടുക്കുന്നത് ഞാൻ കണ്ടില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ വീട്ടിലെത്തി. നല്ല വെയിലാണ്, നല്ല മടുപ്പും ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കുഞ്ഞൂസ് അതിൻ്റെ ഇടയിൽ സ്പ്രൈറ്റ് കുടിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ സ്പ്രൈറ്റ് കുടിക്കുന്നുണ്ട്. ഒന്ന് എറിഞ്ഞു കൊണ്ടാണെന്ന് പറഞ്ഞതേ എനിക്ക് ഓർമ്മയുള്ളൂ. അവന് എറിഞ്ഞത് അപ്പുറത്തേക്കായി പോയി കേട്ടോ. പിന്നെ അവനെ ചീത്ത പറയാനൊന്നും നിന്നില്ല. എറിഞ്ഞു തരാൻ പറഞ്ഞാൽ എന്നെയും ചിലപ്പോൾ എറിഞ്ഞു തന്ന അവനും ഏട്ടനെയും നല്ല ചീത്തയൊക്കെ അറിയുന്നുണ്ട്. ഞങ്ങളൊന്നും മിണ്ടാണ്ട് ഞാൻ താഴെ പോയിട്ട് സ്പ്രൈറ്റിൻ്റെ കുപ്പിയൊക്കെ എടുത്തിട്ട് വന്നു. കയറാൻ നേരത്ത് ഒരു കൈ ചോദിച്ചിട്ട് പോലും ഏട്ടൻ തന്നില്ല കേട്ടോ. പിന്നെ എൻ്റെ കുഞ്ഞൂസിൻ്റെ കുഞ്ഞി കൈ പിടിച്ചിട്ടാണ് കേട്ടോ ഞാൻ കയറിയത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഇപ്പോൾ കുറച്ച് പേരെങ്കിലും നമ്മളെ തിരിച്ചറിയാനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ തിരിച്ചറിഞ്ഞ് നമ്മളോട് വന്ന് വർത്താനമൊക്കെ പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയാണ്. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.